ഇന്ന് ടെല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഓരോ പരിപാടി. മോളെ, അച്ഛന് മോളോടൊരു കാര്യം. അച്ഛൻ പറ. എടി അച്ഛൻ പറയുന്നെന്തോ. എടി ഞാനൊരു അച്ഛാ, മുകളിലേക്ക് കണ്ടില്ലല്ലോ. താഴത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അടിച്ചു കയറി വാച്ചാ. അടിച്ചു കയറി വരുന്നുണ്ട്. എടി ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഓ പറ. എടി നിനക്ക് നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ വന്നേ. നിനക്കിപ്പോ എത്ര വയസ്സായി? 35 വയസ്സായി. നിന്റെ ചെവി കൂടെ പല്ല് മുളച്ച്. മൂക്കി കൂടെ അല്ലേ അച്ഛാ പല്ല് മുളയ്ക്കുന്നത്? അതൊക്കെ എന്നേ മുളച്ച് എന്നേ കൊഴിഞ്ഞങ്ങ് പോയി. അതിപ്പോ വളർന്ന് പന്തലിച്ച് ചെവി വരെ ആയി നിൽക്കുവാണ്. അച്ഛാ, എടി നിനക്കൊരു കല്യാണം വേണ്ടേടി? കല്യാണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് കല്യാണത്തിന്റെ കാര്യമൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അച്ഛാ, എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? എനിക്കൊരു ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റർ ആവണം. അതാണ് എന്റെ ആഗ്രഹം. അവളുടെ ആഗ്രഹം കൊള്ളാം, അത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം സത്യം തന്നെയാണ്. എടി നിന്നെ കാണുന്നവർക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ മീറ്റർ റീഡിങ്ങിന് വേണ്ടിട്ട് KSEB ആൾക്കാർ വന്നു. ഞാനും നീയും കൂടെ ഇവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ മുറ്റത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് മീറ്റർ റീഡിങ്ങിന്റെ ആളെന്നോട് ചോദിക്കുക, എന്താ ചേട്ടനും അനിയനും കൂടെ അകത്ത് കിടന്നൊരു ബഹളവും? എടി നിന്റെ ശബ്ദം കേൾക്കാൻ നിർത്തി ഇവിടെ ആണാണെന്നാണ് അവർ കരുതുന്നത്. അച്ഛാ, അത് പിന്നെ ഞാൻ ഈ ചെറുപ്പം തൊട്ടേ ഈ ജിമ്മി ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് എന്റെ ശബ്ദം ഇങ്ങനെ കയറി 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 ഇങ്ങനെ മസിലായിട്ട് എന്റെ ഈ വോക്കൽ കോഡ് വന്ന് നിൽക്കുക. അതറിയാമോ അച്ഛന്? എന്റെ വോക്കൽ കോഡ് നോക്കി ഒരു ഒറ്റ അടി തന്നോണ്ടല്ലോ. എന്റെ മനസ്സിലുണ്ട് അച്ഛാ, ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയ മതിയാകും അച്ഛാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ദാ നിന്ന് ദേവാസുരം കളിക്കുന്നു. എടി അതാണോ പറഞ്ഞു വന്നത്? പിന്നെന്താ പറയുന്നത്? ഇന്ന് ഒരു ചെറുക്കന്റെ മാമൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, അച്ഛാ, എനിക്കിതിഷ്ടമല്ല. ഞാൻ പല പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം ഇഷ്ടമല്ല. ഇവക്ക് കല്യാണമല്ല ഇഷ്ടമല്ലാത്തത്, കസേരയാണ് ഇഷ്ടമല്ലാത്തത്. 126ാമത്തെ കസേരയാണ് ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അടിച്ചൊടിച്ചിടുന്നത്. ഇനി ഞാനൊരു കൃഷിക്കാരനാ, അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരനല്ല എപ്പോഴും കസേര മേടിച്ചിടാനായിട്ട്. അച്ഛാ, ഒരു കാര്യം ഞാൻ പറയുവാണ്, അവർ വരാൻ നേരത്തെ നീ കറക്റ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങും. ഞാൻ ഒന്നും മിണ്ടത്തുമില്ല നിന്നോട്. എനിക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് ഞാൻ വരാം അച്ഛാ. എന്റെ ദൈവം ദേണ്ട പുറത്തോട്ട് വിടുന്ന. എടി അടുക്കള ഇവിടെയാടി, ഇങ്ങോട്ട് പാടി. അവിടെയാണോ? പിന്നല്ലാതാ. ഒരു ബോധവും ഇല്ലാതെ ഓടി നടക്കുവാണ് അവള്. അയ്യോ, എന്തോ പറയാനാണ് എന്റെ ദൈവമേ. ഒന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഒലക്കടിച്ച് വളർത്തണമെന്നാ. പക്ഷെ ഇതിന് ഒലക്കടിച്ച ഒലക്ക ഒടിഞ്ഞു പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം. നമസ്കാരം. പാലക്കാട് കൽപ്പാത്തി. പാലക്കാടല്ല ചപ്പാത്തി എന്ന് എനിക്കുണ്ടോ? പാലക്കാട് ചപ്പാത്തി എന്നല്ല പറഞ്ഞ, പാലക്കാട് കൽപ്പാത്തി എന്ന് വരിക. മറ്റേ ബ്രോക്കർ പറഞ്ഞിട്ട് വന്ന ഇത്ര വലിയ തമാശയാണ്. തമാശയല്ല, പിന്നെ ഒരു അതിശയോക്തി. അപ്പൊ വന്ന കാലം നിൽക്കാതെ ഇരിക്കും. ഞങ്ങളെ സംഗീത കുടുംബമാണ്. ആണല്ലേ? ഹമ്മിങ്ങാന്ന്. ശരിക്കും ഞാനല്ല ഇങ്ങോട്ട് വരാനിരുന്നത്, മരുമോന. അവനങ്ങ് അമേരിക്കയിൽ. ഞാൻ ആദ്യമേ പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത്. അപ്പൊ ഞാൻ ബാക്കി പിടിച്ചാൽ മതി. ശരിക്കും പറഞ്ഞ എനിക്ക് വയ്യ ഇത്രയും ദൂരം യാത്ര ചെയ്യാനൊന്നേ. മുട്ടിന് വേദന, കാലിന് വേദന, നട്ടലിന് വേദന, മൊത്തത്തിൽ സുഖമില്ല. എന്തോ പേര്? സുഖേന്ദ്രൻ. കറക്റ്റ് പേരാണ്. അല്ല, ഈ കെട്ടാൻ പോണ ചെറുക്കന്റെ പേര്? ചെറുക്കന്റെ പേര് ഗിരിധർ. ചുരിദാറല്ല, ഗിരിധർ. അവനങ്ങ് അമേരിക്കയിൽ സോഫ്റ്റ്വെയറാ. എനിക്കിങ്ങ് കേരളത്തിൽ കുടവേറാ. എങ്ങനെ സാധിക്കുന്നു? കുടവേറാണോ? അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കാൻ ശീലമായി പോയി. ഒറ്റ മോളാണല്ലേ? അതെ, എനിക്ക് ഒറ്റ മോളാണ്. അപ്പൊ ഭാര്യ എന്റെ മോളുടെ അമ്മ. ഏട്ടാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, കുളിച്ചിട്ട് തലയിൽ രാസ്നാദിപ്പൊടി ഇടാൻ മറക്കണ്ട കേട്ടോ. എന്തു പറ്റി? കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ ഭാര്യ ഒന്ന് ഓർത്തുപോയി. എന്തു പറ്റിയതാ? അവള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ചൂടുകാലമല്ലേ, കിണറെല്ലാം അങ്ങ് വറ്റി. അവള് നേരെ ഒഴുക്കുള്ള പുഴയിലേക്ക് കുളിക്കാനങ്ങ് പോയി. പിന്നെ നാട്ടുകാർ പറഞ്ഞാ ഞാൻ അറിയുന്നത്. എന്ത്? കടത്തുകാരനോട് ഒളിച്ചോടി KSRTC കയറിപ്പോയി. പക്ഷെ എനിക്ക് ആ കടത്തുകാരനോട് ദേഷ്യമില്ല, പഞ്ചായത്തിനോടാണ് ദേഷ്യം. എന്തിന്? അവര് പാലം പണിത് വെച്ചിരുന്നെങ്കിൽ പിന്നെ കടത്തുകാരനോട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ അതാണ് പ്രശ്നം. നിങ്ങളുടെ തറവാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്റെ തറവാടെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ്. ഞാൻ ചോദിച്ചിട്ട്, സ്വന്തം വീടാണോ അതോ വാടക വീടാണോ? സ്വന്തം വീടാണ്. വലിയ തറവാടല്ലേ? വലിയ തറവാടാണോ? പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുകളിൽ നിന്ന് താഴെ വന്ന് അഭിപ്രായം പറയാറില്ല. അത്രയ്ക്ക് ആഠ്യത്തുള്ള ഒരു കുടുംബമാണ്. മോൻ കല്യാണം കഴിച്ചിരിക്കുന്ന മരുമോളില്ലേ, മരുമോള്, അവള് സോപാനത്തിൽ വായിക്കും. ആണല്ലേ? മോൻ ഇടയ്ക്ക് വായിക്കും. എന്താ അവന് ഡെയിലി വായിച്ച? എങ്ങനെ സാധിക്കുന്നു? എന്തോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും അടിക്കാൻ ശീലമായി പോയി.
കുഴപ്പമില്ല. നമ്മൾ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ. മോളെ ഒന്ന് വിളിച്ചിരുന്നേ കാണായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, ഈ കൈക്ക് എന്ത് പറ്റി? കഴിക്കോ? ആ. മദ്യപാനത്തിന്റെ ശീലമുണ്ട് ലേശം. ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ ഒന്ന് സത്യം ചെയ്താ വിളക്കേ തൊട്ട്. അല്ല, വിളക്കെ തൊട്ട് സത്യം ചെയ്ത് അങ്ങനെ കൈമുറിയുന്നത്? സത്യം 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 എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആഞ്ഞടിച്ച് കുത്തു വിളക്കില്ല. പൊത്തിപ്പുറത്തൊന്ന് 7 തയ്യലുണ്ട്. എന്നിട്ട് എംബ്രോയിഡറി വർക്കൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വീണ്ടും ചോദിക്കാം, ഇങ്ങനെ സാധിക്കും? ശീലമായി പോയല്ലോ. കുഴപ്പമില്ല, മോളെ വിളിച്ചോ. മോളെ ആ അച്ഛാ വരൂ, ഇങ്ങ് വരൂ. ആണ്ടാ ഡമ്പലും കൊണ്ട് വരുന്നത്. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ്റെ ഒരു മാമൻ കാണാനായിട്ട് വരുമെന്ന്? എന്നെ ഓ എവിടെ ഇരിക്കുന്നു? ചെന്ന് അനുഗ്രഹം വായിക്കി. ചെല്ലി അനുഗ്രഹം. ശരി അച്ഛാ. അനുഗ്രഹം വായിക്കി. നമ്പല് കളയടി അമ്മ. അയ്യോ കാല. ഇനി വന്നേ. അയാളുടെ കാലെ കൊണ്ട് ഡമ്പലിട്ടതും പോരാ, എന്നിട്ട് അയാളെ തന്നെ കാലാന്ന് വിളിക്കുന്ന. ആഹാ, ഇതിന്റെ ഇടയ്ക്ക് പോയി കാലെ പച്ച കുത്തിയാ? പച്ച കുത്തിയാന്ന്? 5 കിലോ എന്ന് എഴുതി. മോളൊരു കാര്യം ചെയ്. എന്തായാലും ഒരാൾ വന്നതല്ലേ, കുടിക്കാനായിട്ട് ചായ ആവാം. എനിക്ക് വിത്തൗട്ടാണ്. വിത്തൗട്ട്. അപ്പൊ മോൾ അയ്യോ ഗ്യാസ് കണക്ഷൻ, ഗ്യാസ് വെളിയിലിരിക്കുക. മോള് ഇതാക്കി അച്ഛൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട അച്ഛ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. നീ എടുക്കൂ. ഗ്യാസുകാരനോട് ഞാൻ പറഞ്ഞത് വന്നപ്പോ അകത്തുകൊണ്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. മോള് നല്ലോണം ഫുഡ് കൊടുക്കില്ല. ഒന്നുമില്ലാത്ത വീട്ടിലല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അയ്യോ, കണ്ടാ പറയൂല. പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറുക്കൻ അമേരിക്കയിലാണ്. കല്യാണം കഴിഞ്ഞാലും മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെയാണ് ആഗ്രഹം. അച്ഛാ എന്താ ടിമ്പിൾ കണ്ടോ? എടി, ചായ അടിക്കാൻ വന്നോ? നിനക്ക് എന്തിനാണ് ഡമ്പലി? ചായ അടിച്ചോണ്ടിരിക്കും, ചുമ്മാ എന്തെങ്കിലും അടിച്ചോണ്ടിരിക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. എന്നാ പിന്നെ ചായ എടുത്ത് നിനക്ക് അടിച്ചൂടെ? എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇപ്പൊ പറഞ്ഞ ചായ അടി ശീലമായി പോയല്ലോ. ഇത് എവിടെയോ എടി, അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇത് എന്തോ പറയാനാന്ന് പറയടി. ആ മുറിക്കാത്തെങ്ങാനും കാണുവടി. എവിടെ? അയ്യോ, സോറി അച്ഛാ, സോറി. ആ ഡബിൾ കിട്ടി. സോറി ചായ കൊണ്ടുവരാട്ടോ. കെട്ടിയിടാറില്ലേ? കെട്ടിയിടാറില്ലേ? ഇതിനെ ഇട്ടിട്ടില്ലായിരുന്നോ? കെട്ടിയിടാറില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കിളി വന്നോ പോയാ അറിയില്ല. ഒരു മിന്നായം പോയി. ഒറ്റ വീഴ്ചയിൽ ഞങ്ങളുടെ കസേര ഒടിഞ്ഞു. എന്റെ ഫോൺ എവിടെ പോയി? ഓണോ? അയ്യോ, അവിടെ വരെ പോയാ? അനുസരണയില്ലാത്ത ഫോണാ കേട്ടോ. പോക്കറ്റിൽ നിന്ന് ചാടി എങ്ങനെയോ പോയി. മോളെ ചായ കൊണ്ടുപോവാ. താണ്ടാ ചായ കൊണ്ടുവരുന്നു. അച്ഛാ ചായ. ചായ അവിടെ കൊടു. മാമനാണ് ആദ്യം കൊടുക്കേണ്ടത്. മാമ എന്തോ? മാമ ചായ കുടിക്കും മാമ. ഇതിലേതാ മോളെ വിത്തൗട്ട്? ഇതാണ് വിത്ത്. അച്ഛൻ ചായ കുടിക്കേ. ഇതിനകത്ത് ചായപ്പൊടിയാണോ അതോ പ്രോട്ടീൻ പൗഡർ ആണോ കലക്കി? അച്ഛാ ചായപ്പൊടി ആരുണ്ടാക്കി? അല്ല, ചായ ആരുണ്ടാക്കി? അവള്. അല്ലാതെ പിന്നെ ആരാണ്? ഈ വീട്ടിൽ പിന്നെ ചായ ഉണ്ടാക്കാനാരുള്ളൂ? അവള് തന്നെ ഉള്ളു. കൊള്ളാം, നല്ല ചായ അല്ലേ? അപ്പോ എന്റെ മോളില് അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തായാലും അവൻ വരാത്ത സ്ഥിതിക്ക് അവന്റെ സ്ഥാനത്ത് ഞാനാണല്ലോ സംസാരിക്കാനുള്ളത്. അതെ. മോളെ, ഗിരിധർ വന്നിട്ടില്ല. അവന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മോക്ക് ഈ ബന്ധം ഇഷ്ടപ്പെട്ടോ? ഞാൻ ചെറുക്കനെ കണ്ടിട്ടില്ല, എങ്കിലും എനിക്കിഷ്ടായി. പക്ഷെ എന്റെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോ ചെറുക്കൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? അയ്യോ, എന്റെ കുക്കർ ഇത് പിടിച്ചേ. തല വീടല്ലേ. ചെറുക്കൻ വിളിക്കുന്നു, അമേരിക്കൻ. ഹലോ ഹലോ, എടാ അമ്മാവ അവിടെ എത്തിയോ? വീട്ടിലെത്തിയോ? എടാ ഇവിടെ എത്തി. എങ്ങനെയുണ്ട് പെണ്ണു വീട്ടുകാരും കാര്യങ്ങളൊക്കെ? നമ്മുടെ ആട്ടിത്തത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ പറ്റിയ ആൾക്കാരാണോ? എന്റെ പൊന്നനിയ, ഞാൻ ഉള്ള കാര്യം ഞാൻ പറയട്ടെ. അബൂ സലീമിന്റെ ശരീരവും ഋഷഭാബയുടെ ശബ്ദവും സത്യം നമുക്ക് പറ്റിയ പെണ്ണൊന്നുമല്ല. അവക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന്, മറ്റേ വെയിറ്റ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. നമ്മളെ കുടുംബത്തിൽ ആരും നിക്കറിട്ടോണ്ട് ഇങ്ങനെയൊക്കെ ചെന്ന് നിൽക്കുന്ന പരിപാടി ആരും അറിയാലോ. നമ്മളെ തറവാടിന്റെ നമുക്ക് ഈ ബന്ധം വേണ്ടടാ മോനെ. വേണ്ടല്ലേ? അല്ലെങ്കിൽ ആ പെണ്ണിനോട് ചോദിച്ചു, കുടുംബവും ചുറ്റുപാടൊക്കെ കുഴപ്പമില്ലെങ്കിൽ ഈ വെയിറ്റ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി നമ്മൾ അടുക്കളയിൽ നമുക്കുള്ളത് വെച്ച് വിറക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സമ്മതം എന്ന് പറ. എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു നോക്കാം. ശരി. പെണ്ണിന്റെ അച്ഛാ, ഗിരിധറാണ് വിളിച്ചത്. വെള്ളം കുടിച്ചു പോയി ഞാൻ. കുഴപ്പമില്ല. അപ്പം പറയുന്നത്,
പെൺകുട്ടി അവന് ഓക്കെയാണ്. ഓക്കെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈ വെയിറ്റ് ലിഫ്റ്റും പരിപാടിയും ഞങ്ങളെ തറവാട്ടിൽ പറ്റുന്നതല്ല. ഞങ്ങളെ തറവാട്ടിൽ ആരും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ പോലും പുറത്തിറങ്ങി അഭിപ്രായം പറയാത്ത ഒരു തറവാടാണ് ഞങ്ങളുടെ തറവാട്. അപ്പൊ ഇതൊക്കെ മതിയാക്കിയിട്ട് അവനെയും കല്യാണം കഴിച്ച് അവന്റെ കുഞ്ഞുങ്ങളെ നോക്കി അടുക്കളപ്പുറത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുത്താലോ? എന്താണ്? നമുക്ക് ഈ കല്യാണം വേണ്ട. വേണ്ടേ? വേണ്ട. അതെന്ത്? അങ്ങനെ നിങ്ങളുടെ വീടിന്റെ 4 ചുവരിന്റെ അകത്ത് തീരുന്നതല്ല എൻ്റെ മോളുടെ ജീവിതം. അവൾക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴും ആ നൂറ്റാണ്ടിൽ കിടക്കുവാൻ, ഇങ്ങോട്ട് കയറി വരണം. നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്ത്രീകൾ എപ്പോഴും അടുക്കളപ്പുറത്ത് കിടക്കേണ്ടവരാണെന്നോ? അങ്ങനെയൊന്നും അല്ല. അവർക്കൊണ്ട് കുറേ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ട്, അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തും. അങ്ങനെ കിട്ടൂ? കിട്ടും. എങ്ങനെ സാധിക്കുന്നു? ശീലമായി പോയില്ലേ? എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ? ആ, എങ്ങനെ സാധിക്കുന്നു? എന്ത്? അല്ല, ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച തീരുമാനം. മിക്ക വീട്ടിലും ചെന്ന് ചായ കുടിച്ചിട്ട് ആദ്യത്തെ പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ട്. ആണല്ലേ? അത് കുഴപ്പമില്ല. എന്നാ പൊക്കോ. ശരി എന്നാ പോട്ടാ മോളെ. അയ്യോ, അച്ഛാ, എന്തോ അച്ഛന് വിഷമായോ? എന്തോ അടി മോളെ, എന്തോ നിന്റെ വിഷമം? അമ്മാവൻ പോയത്? എഴി പോട്ടടി. ഇപ്പൊ ഇതും കൂടെ കൂട്ടി 25ാമത്തെ കല്യാണായോജന മുടങ്ങി. നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? നിനക്ക് നല്ല ലോകം അറിയപ്പെടുന്ന ഒരു വെയിറ്റ് ലിഫ്റ്റർ ആകണം. മനസ്സിലായോ? നിന്റെ ഇഷ്ടങ്ങളും നിന്റെ സ്വഭാവവും എല്ലാം മനസ്സിലാക്കി വന്ന ഒരുത്തൻ എന്ന് വരുന്നോ അന്ന് നമ്മൾ ഈ കല്യാണം ഉറപ്പിക്കും. എന്റെ അച്ഛന് ചക്കര